കാടും മേടും ഒക്കെ താണ്ടി ഗവിയുടെ വനഭംഗി ആസ്വദിക്കാൻ എത്തുന്ന സഞ്ചാരികളുടെ യാത്ര ഇപ്പോൾ ദുരിതപൂർണ്ണമാണ്. തേഞ്ഞു തീർന്ന ടയറുകളും പൊളിഞ്ഞ ബോഡിയുമായി ഗവി പാതയിൽ സർവീസ് നടത്തുന്ന KSRTC ബസ്സുകൾ യാത്രക്കാരുടെ ജീവന് തന്നെ ഭീഷണിയാവുകയാണ്. വനത്തിനുള്ളിൽ ബസ്സുകൾ അടിക്കടി തകരാറിലാകുന്നത് സഞ്ചാരികളെ മണിക്കൂറുകളോളം ദുരിതത്തിലാക്കുകയാണ്. ആങ്ങമൂഴി, മൂഴിയാർ, ഗവി, വണ്ടിപ്പെരിയാർ വഴി കുമളിക്കുള്ള ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യുന്നു. തേഞ്ഞു തീർന്ന ടയറുകളും പലയിടത്തും ബോഡി പൊളിഞ്ഞതുമായ KSRTC ബസ്സുകളാണ് ഗവി റൂട്ടിൽ നിലവിൽ സർവീസ് നടത്തുന്നത്. കാലപ്പഴക്കം ചെന്ന ഈ വാഹനങ്ങൾ വനത്തിനുള്ളിൽ വെച്ച് അടിക്കടി തകരാറിലാകുന്നത് സഞ്ചാരികളെയും നാട്ടുകാരെയും ഒരേപോലെ വലയ്ക്കുന്നു. ഭയങ്കര കുഴി, വണ്ടിയിലിരുന്നാൽ തന്നെ പേടി വരും. ഈ ബസ്സിനകത്ത് ഇടിച്ചു പൊളിച്ച ആൾ വരുന്നത് ഇപ്പോഴും. ഞങ്ങൾ 10 മിനിറ്റൊക്കെ സുഖത്തോടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ വരെ നിൽക്കേണ്ടി വരും. വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് ചരിഞ്ഞാണ് വരുന്നത്. അതുപോലെ പേടിച്ച് ഇപ്പോഴും വരുന്നത് അങ്ങനെ, ഇന്നും വന്നത് അങ്ങനെ. കഴിഞ്ഞ ആഴ്ച കക്കി ഡാമിന് സമീപം ബസ് തകരാറിലായതിനെ തുടർന്ന് മണിക്കൂറുകളോളമാണ് യാത്രക്കാർ കാട്ടിനുള്ളിൽ കുടുങ്ങിയത്. മൊബൈൽ റേഞ്ച് പോലുമില്ലാത്ത ഈ മേഖലയിൽ ഒടുവിൽ വനപാലകർ എത്തി മറ്റൊരു വാഹനം ഏർപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് സഞ്ചാരികൾക്ക് പുറത്തെത്താനായത്. ഈ പോകുന്ന വഴി അത്രയ്ക്ക് നല്ല റോഡും അല്ല. മെയിനായിട്ടും നമ്മൾ സാധാരണ മെയിൻ റോഡിൽ പോകുന്ന തൊട്ട് ഇത്രയും യാത്രക്കാർ കൊണ്ട് പോകാൻ പറ്റിയ കണ്ടീഷനല്ല. ഉദ്യോഗസ്ഥരാണെങ്കിൽ ഇപ്പോൾ ഇത് കാണാത്തതുകൊണ്ടായിരിക്കും ആരും ഒന്നും പറയാത്തത്. കാര്യം വെച്ചാൽ ഉദ്യോഗസ്ഥരൊക്കെ ഇത് ശരിക്കും റോഡ് ഗവിയെക്കുറിച്ച്, ഗവിയുടെ റോഡിനെ കുറിച്ചും കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. ഗവി സർവീസുകളെല്ലാം പ്രിയദർശിനി സർവീസുകളാക്കി മാറ്റിയതോടെ ബസ്സുകളിലെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇതിനിടയിലാണ് റോഡിന്റെ പൂർണ്ണമായ തകർച്ച. വലിയ കുഴികൾ രൂപപ്പെട്ട കാനനപാതയിലൂടെയുള്ള യാത്ര എപ്പോൾ വേണമെങ്കിലും അപകടത്തിൽ കലാശിക്കാവുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഈ സ്ഥലത്തിലൊക്കെ ഈ വാഹനങ്ങൾ സ്റ്റോപ്പായി പോയാൽ, ബ്രേക്ക് ഡൗൺ ആയി പോയാൽ അവിടെ എത്തപ്പെടാനും തിരിച്ച് ആൾക്കാരെ കൊണ്ടുവരാനും വളരെ സാധ്യത കുറവാണ്. ഗവി പാതയിലെ അപകടാവസ്ഥ ദിനംപ്രതി വർദ്ധിച്ചിട്ടും KSRTC അധികൃതർ മാത്രം ഇതൊന്നും അറിയാത്ത മട്ടിലാണ്. സ്ഥലം MLA വിഷയത്തിൽ ഇടപെടുമെന്ന ഉറപ്പാണ് നൽകുന്നത്. ബഡ്ജറ്റ് ടൂറിസത്തിലാണെങ്കിലും പ്രിയദർശനിലാണെങ്കിലും ഗവിയിലേക്ക് ഉപയോഗിക്കപ്പെടുന്ന ആ വാഹനം നല്ല കേടുപാട് എല്ലാ സമയവും വരുന്നു. ഇപ്പോൾ തന്നെ കഴിഞ്ഞ 4 ദിവസം തുടർച്ചയായി കാട്ടിനുള്ളിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം. അക്കാര്യം മാറ്റി പുതിയ വാഹനം തന്നെ ഗവിയിലേക്ക് സർവീസ് നടത്തണം എന്ന നിലയിൽ ഒരു കത്ത് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നൽകുന്നതാണ്. പുതിയ ബസ്സുകൾ അനുവദിക്കണമെന്ന നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യത്തിന്മേൽ ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഒരു ഭാഗത്ത് വനഭംഗി ആസ്വദിക്കാനെത്തുന്ന വിനോദസഞ്ചാരികളും മറുഭാഗത്ത് ഒട്ടും സുരക്ഷിതമല്ലാത്ത റോഡും ഏത് സമയത്തും കട്ടപ്പുറത്താകാവുന്ന KSRTC ബസ്സുകളും. ഇനിയൊരു അപകടമുണ്ടായാൽ മാത്രമേ അധികൃതർ കണ്ണു തുറക്കുകയുള്ളൂ എന്നാണ് നാട്ടുകാർക്കും വിനോദസഞ്ചാരികൾക്കും ചോദിക്കാനുള്ളത്. ക്യാമറമാൻ രതീഷ് മടവിശ്വലിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.